നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലിന്റെ പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാറി. പിടിച്ചെടുക്കാൻ UDF പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോന്നിയിൽ ആവേശകരമായി നടന്നു. മണ്ഡലത്തിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും ഇടതുമുന്നണിയെ രൂക്ഷമായി വിമർശിച്ചും അടൂർ പ്രകാശ് MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോന്നിയിലെ UDF രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒന്നായിരുന്നു ഈ കൺവെൻഷൻ. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിച്ചു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അടൂർ പ്രകാശിന്റെ സാന്നിധ്യം. താൻ MLA ആയിരുന്ന 23 വർഷക്കാലം കോന്നിയിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ പലതും LDF സർക്കാർ അട്ടിമറിച്ചുവെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അടൂർ പ്രകാശിന്റെ കാലഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്ന ചില സ്ഥാപനങ്ങളുണ്ടല്ലോ, നിങ്ങൾ മറന്നുപോയി കാണും എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മളിവിടെ ഒരു മെഡിക്കൽ കോളേജ്, ഇപ്പോൾ മെഡിക്കൽ കോളേജാണെന്ന് പറയാൻ എനിക്ക് തന്നെ ഒരു നാണം വരുന്നു എന്നുള്ളത് കൊണ്ട് മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുക. എന്തായാലും 2019 ഞാൻ ഇവിടെ വന്ന് പോയതിനു ശേഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ ആ കെട്ടിട പണി പൂർത്തീകരിച്ച് അക്കാഡമിക് ബ്ലോക്കുകൾ ഉൾപ്പെടെയുള്ളത് പൂർത്തീകരിച്ച് ആ പൂർത്തീകരണത്തിന് ശേഷം കേരള നിയമസഭയിൽ തന്നെ ഞാൻ ഇതിൻ്റെ തുടക്കം കുറിക്കണം എന്ന് 2016-17 ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറയുന്നത് എന്താ ശൈലജ ടീച്ചറാണ്. ആ ശൈലജ ടീച്ചർ പറഞ്ഞ മറുപടി ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർമ്മയിൽ ഇല്ല എങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. കാരണം അവർ അന്ന് നിയമസഭയിൽ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ ആനമുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ലേ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്, ആനമുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ലേ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കോന്നിക്കാരെ ആക്ഷേപിക്കുവാൻ വേണ്ടിയാണ് ടീച്ചർ തയ്യാറായി. കോന്നി തന്നെ കുടുംബമാണ്. ഇവിടുത്തെ വോട്ടർമാർക്ക് തന്നെ അറിയാം. തന്നെ സ്നേഹിക്കുന്നവർ സതീഷ് കൊച്ചുപറമ്പിലിന് വോട്ട് ചെയ്യും എന്ന് അദ്ദേഹം വൈകാരികമായി പറഞ്ഞു. എന്നെ മറക്കുന്നതല്ല, എന്നെ വേണമെങ്കിൽ നിങ്ങൾ മറന്നു. പക്ഷേ നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കുന്നുവെങ്കിൽ, ഇത്രയും നാൾ എന്നോട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കിട്ടേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിനെ ഇന്ന് സ്ഥാനാർത്ഥിയായി ഇവിടെ നിർത്തുമ്പോൾ ആ സതീഷ് കൊച്ചുപറമ്പിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച് ആ സ്നേഹമാണ് എനിക്ക് ആവശ്യം. ആ സ്നേഹത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇന്നും കോന്നിക്കാരുടെ മുമ്പിൽ എൻ്റെ ശിരസ് തമിച്ചുകൊണ്ട് പറയുന്നു, ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ എന്നെ പഠിപ്പിച്ച വാക്കുകളാണ്, നിങ്ങൾ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും മനസ്സിൽ. ഒരു സംശയം വേണ്ട. ആ സംശയം വേണ്ട എന്ന് പറയുന്നത് ഇന്നും ഞാനത് മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഞാൻ പറയും, കോന്നിക്കാരുടെ ഒരു വിഷയം വന്നാൽ, ഇവിടെ ഒന്ന് പാർലമെന്റ് അംഗമായി പോയി എന്നുള്ളത് കൊണ്ട് കോന്നിക്കാർക്ക് ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. അടൂർ പ്രകാശ് MP എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയെടുക്കുവാനുള്ള അവസരം ഞാൻ വിളിച്ചു. നിരവധി ആളുകൾ എന്നെ വിളിക്കാറുണ്ട്.
ആ നിരവധി ആളുകൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒന്ന് പറയട്ടെ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി നിരവധി ആളുകളാണ് ഈ കോന്നിക്കാരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ വിളിക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ കോന്നിക്കാർക്ക് വേണ്ടി നിറവേറ്റുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വമായി ഞാൻ കാണുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ 96 മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടങ്ങളിലും നിങ്ങൾ എനിക്ക് നൽകിയ കൈത്താങ്ങും, നിങ്ങൾ എന്നോട് കാണിച്ച വിശ്വാസവും, നിങ്ങൾ എന്നോട് കാണിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും ഞാൻ നിൽക്കാം. അതിപ്പോഴും നിൽക്കും. ഇനി അങ്ങോട്ടായാലും ഞാൻ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പു തരുവാൻ കൂടി ഞാൻ ഈ അവസരം ചെയ്യുന്നു. കേരളത്തിൽ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും UDF വലിയ വിജയം നേടുമെന്നും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു. പറയുന്നില്ല, ഇവിടെ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. താലൂക്ക് വന്നപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരം കിട്ടി. ആ അവസരം കിട്ടിയതനുസരിച്ച് കേരളത്തിൽ ഒത്തിരി മാറ്റങ്ങളോടൊപ്പം കോന്നി എന്ന് പറയുന്ന മലയോര ഗ്രാമം പത്തനംതിട്ട ജില്ലയുടെ 1ാം നമ്പർ സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് അഭിമാന ബോധത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് പറയുവാൻ അവസരം ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനത് കണ്ടായിരുന്നോ? ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചൊരെണ്ണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ? പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.